പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന യക്ഷന്മാർ, രാക്ഷസൻ, അസുരൻ, ഗന്ധർവൻ, ദാനവൻ ഇവർ ആരാണ്? ഇവരുടെ ജനനം, ഇവർ എവിടെ വസിക്കുന്നു? ബ്രഹ്മാവിൽ നിന്നും 23 പ്രജാപതിമാരും പ്രജാപതിമാരിൽ നിന്നും മരീചി മഹർഷിയും മരീചി മഹർഷിക്ക് കല എന്ന പത്നിയിൽ കശ്യപ മഹർഷിയും ജനിച്ചു. ദേവന്മാരുടെയും അസുരന്മാരുടെയും ദാനവന്മാരുടെയും പക്ഷിമൃഗാദികളുടെയും പിതാവായിരുന്നു കശ്യപൻ. അതിനാൽ കശ്യപനെ കശ്യപ പ്രജാപതി എന്ന് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ദക്ഷപുത്രിമാരായ 13 പേരുൾപ്പെടെ 23 പത്നിമാരിൽ കശ്യപന് അസുരന്മാരും ദേവകളും ഉൾപ്പെടെ നിരവധി പുത്രന്മാർ പിറന്നു. പുരാണങ്ങളിൽ പരാമർശിക്കുന്ന അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും ഗന്ധർവന്മാരുടെയും ദാനവന്മാരുടെയും യക്ഷന്മാരുടെയും കഥ. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. യക്ഷന്മാർ ഉപദേവകളിൽ ഒരു വിഭാഗം. സ്വർഗത്തിൽ ദേവന്മാർ, ഗണദേവതമാർ, ഉപദേവന്മാർ എന്നിങ്ങനെ പ്രധാനമായി 3 വിഭാഗക്കാരുണ്ട്. ഗണദേവതമാരിൽ 12 ആദിത്യന്മാരും 10 വിശ്വദേവന്മാരും 8 വസുക്കളും 36 തുഷിതമാരും തുടങ്ങിയ നിരവധി ഉപവിഭാഗങ്ങളും പെടുന്നു. ഉപദേവന്മാർ വിദ്യാധരന്മാർ, അപ്സരസുകൾ, യക്ഷന്മാർ, രക്ഷസുകൾ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, ഭൂതഗണങ്ങൾ തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു. യക്ഷന്മാരുടെ പിറവിയെപ്പറ്റി പല കഥകൾ പുരാണങ്ങളിൽ കാണാം. മഹാഭാരതം ആദിപർവം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വിരാട് പുരുഷന്റെ അണ്ഡത്തിൽ നിന്ന് തന്നെ ബ്രഹ്മദേവന്റെ ഉൽപ്പത്തിക്ക് ശേഷം സ്വയം ജന്മമെടുത്തവരാണ് യക്ഷന്മാർ. അഗ്നിപുരാണം 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കശ്യപ പ്രജാപതിക്ക് മുനി എന്ന പത്നിയിൽ പിറന്ന പുത്രന്മാരായിരുന്നു യക്ഷന്മാർ. എന്നാൽ മഹാഭാരതം ആദിപർവം 66-ാം അധ്യായം അനുസരിച്ച് പുലസ്ത്യ മുനിയുടെ സന്താനങ്ങളാണ് യക്ഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. യക്ഷന്മാരുടെ വംശത്തിൽപ്പെട്ട സ്ത്രീജനങ്ങളെ യക്ഷികൾ എന്ന് വിളിക്കുന്നു. യക്ഷന്മാരുടെ രാജാവായ കുബേരനെ സമ്പത്തിന്റെ അധിപനായി കണക്കാക്കുന്നു. ചില ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നതനുസരിച്ച് യക്ഷന്മാരുടെ നഗരം അളകയാണ്. അസുരന്മാർ. കശ്യപന് പത്നിയായ ദിതിയിൽ പിറന്ന പുത്രന്മാരായിരുന്നു അസുരന്മാർ. കശ്യപന് മറ്റൊരു പത്നിയായ അദിതിയിൽ പിറന്ന പുത്രന്മാരായിരുന്നു ദേവകൾ. അസുരന്മാരെ പാപികളും രാക്ഷസന്മാരുമായി വിശേഷിപ്പിക്കുന്നു. എന്നാൽ വേദകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ അസുരന്മാർക്ക് ദേവകളുടെ സ്ഥാനം നൽകിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ പിൽക്കാല വേദഗ്രന്ഥങ്ങളിൽ ഇവരെ കൂടുതൽ അഹങ്കാരികളും അധികാരമോഹികളുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കശ്യപന്റെ പത്നിയായ അദിതിയിൽ ദേവന്മാർ ജനിച്ചതോടുകൂടി ദിതിക്ക് അദിതിയോട് അതിയായ അസൂയ തോന്നി. തുടർന്ന് പുത്രദാനത്തിനായി ദിതി കശ്യപ മഹർഷിയെ നിർബന്ധിച്ചു. ഒരിക്കൽ സന്ധ്യാസമയം കശ്യപൻ ധ്യാനനിഷ്ഠനായി അഗ്നിഗൃഹത്തിൽ ഇരിക്കുന്ന സമയം പത്നിയായ ദിതി അഗ്നിഗൃഹത്തിലേക്ക് കയറി ചെന്നു. കശ്യപന്റെ ധ്യാനം ഭഞ്ജിച്ചുകൊണ്ട് ദിതി ഒരു പുത്രജന്മത്തിനു വേണ്ടി കശ്യപനെ നിർബന്ധിച്ചു. സന്ധ്യാസമയത്ത് അമംഗള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ലാത്തതിനാൽ പത്നിയുടെ ആഗ്രഹത്തിന് വഴിപ്പെടാൻ കശ്യപന് മനസ്സ് വന്നില്ല. പരമശിവൻ ഭൂതഗണങ്ങളുമായി നാടുചുറ്റുന്നത് സന്ധ്യാസമയത്താണ്. അതിനാൽ പവിത്രമായ ഈ സന്ധ്യാസമയം കഴിഞ്ഞു മതി എന്ന് കശ്യപൻ പറഞ്ഞിട്ട് ദിതി വഴങ്ങിയില്ല. ഒടുവിൽ കശ്യപന് പത്നിയുടെ ആഗ്രഹത്തിന് വഴങ്ങേണ്ടി വന്നു. പശ്ചാത്താപ ചിത്തനായി തീർന്ന കശ്യപൻ ദിതിയെ നോക്കി ഇപ്രകാരം പറഞ്ഞു: നിന്റെ മനസ്സ് അശുദ്ധമായി. നമ്മുടെ സംഭോഗത്തിന്റെ മുഹൂർത്തം ദോഷമുള്ളതായിരുന്നു. നീ എൻ്റെ ആജ്ഞയെ അനുസരിച്ചില്ല. നിന്റെ ഗർഭത്തിൽ അധമന്മാരായ 2 പുത്രന്മാരുണ്ട്. അവർ 3 ലോകങ്ങളെയും കഠിനമായി ഹിംസിക്കും. ഒടുവിൽ മഹാവിഷ്ണു അവതരിച്ച് നിന്റെ പുത്രന്മാരെ സംഹരിക്കും. ഇപ്രകാരം കശ്യപന് ദിതിയിൽ പിറന്ന പുത്രന്മാരായിരുന്നു ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. ഇവരുടെ പിന്മുറക്കാരായിരുന്നു മറ്റു പ്രശസ്തരായ പല അസുരന്മാരും. ഗന്ധർവൻ. പുരാണങ്ങളിൽ അപ്സരസുകളുടെ പതിയായി അറിയപ്പെടുന്ന ദേവകളാണ് ഗന്ധർവന്മാർ. സ്വർഗത്തിലെ ഇന്ദ്രസഭയിലെ പാട്ടുകാരായി ഗന്ധർവന്മാർ അറിയപ്പെടുമ്പോൾ അപ്സരസുകൾ സദസ്സിലെ നർത്തകിമാരായും പറയപ്പെടുന്നു.
മനുഷ്യന് നഗ്നനേത്രങ്ങളാൽ കാണാനാവാത്ത ഇവർക്ക് മനുഷ്യരെ അനുഗ്രഹിക്കുവാനും ശപിക്കുവാനുമുള്ള ശക്തിയുള്ളതായി പറയപ്പെടുന്നു. 64 കലകളും വശമുള്ളവരായിരുന്നു ഗന്ധർവന്മാർ. മഹാഭാരതത്തിൽ അർജുനന് നാട്യശാസ്ത്രം പഠിപ്പിച്ചത് ഗന്ധർവനായിരുന്നു. വളരെയധികം സൗന്ദര്യമുള്ള ശരീരത്തോടു കൂടിയ ഇവർ ആയോധന കലയിലും അതീവ നൈപുണ്യം നേടിയവരാണ്. ദുര്യോധനനും കർണനും അശ്വത്ഥാമാവും അടങ്ങുന്ന കൗരവ പ്രമുഖരെ ഗന്ധർവന്മാർ പരാജയപ്പെടുത്തി ദുര്യോധനെ ബന്ദിയാക്കിയതായി വനപർവ്വത്തിൽ പറഞ്ഞിരിക്കുന്നു. ഗന്ധർവന്മാരുടെ രാജാവായിരുന്നു ചിത്രസേനൻ. സൗരഭ്യമുള്ള വസ്ത്രങ്ങൾ അണിയുന്ന ഇവർ ദേവേന്ദ്ര സഭയിൽ സോമരസം അഥവാ മദ്യം നിർമ്മിക്കുകയും അത് ദേവന്മാർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവർ നിർമ്മിക്കുന്ന സോമരസം സ്വയം ഉപയോഗിക്കുവാൻ ഗന്ധർവന്മാർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. അഥർവവേദമനുസരിച്ച് 6333 ഗന്ധർവന്മാർ ഉള്ളതായി കാണാം. ഗന്ധർവന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ച് പുരാണങ്ങളിൽ പരസ്പര വിരുദ്ധങ്ങളായ വിവരണങ്ങൾ കാണുന്നു. കശ്യപന്റെ പത്നിയായ അരിഷ്ടയിൽ പിറന്ന പുത്രന്മാരാണ് ഗന്ധർവന്മാർ എന്നും അതല്ല കശ്യപന്റെ തന്നെ മറ്റൊരു പത്നിയായ മുനിയിൽ നിന്നാണ് 16 ഗന്ധർവന്മാർ പിറന്നതെന്ന് മഹാഭാരതം ആദിപർവം 65-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ ഇവരുടെ പിറവിയെപ്പറ്റി വ്യക്തമായി പറയുവാൻ സാധിക്കില്ല. രാക്ഷസൻ നീണ്ടു നിൽക്കുന്ന കൊമ്പുകളും മൂർച്ചയുള്ള നഖങ്ങളും രൂപമാറ്റം വരുത്താവുന്ന ഉഗ്രരൂപികളെയാണ് രാക്ഷസന്മാരായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവർ നിന്ദ്യരും നരഭോജികളായും ചില കഥകളിൽ പറഞ്ഞിരിക്കുന്നു. മഹാഭാരതത്തിലും രാമായണത്തിലും നിരവധി രാക്ഷസന്മാരെ പറ്റി പരാമർശിച്ചിരിക്കുന്നു. മഹാഭാരതമനുസരിച്ച് രാക്ഷസന്മാർ ജനസംഖ്യയുള്ള ഒരു വംശമായിരുന്നു. ഇവരിൽ നല്ലവരും ചീത്തയുമായ രാക്ഷസന്മാരുണ്ടായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇവർ ഇരുപക്ഷത്തും നിന്ന് പോരാടി. ഭീമസേനന്റെ പുത്രനായിരുന്ന ഘടോൽക്കജൻ ഒരു രാക്ഷസനായിരുന്നു. ഘടോൽക്കജന്റെ മാതാവായ ഹിഡിംബി ഒരു രാക്ഷസിയായിരുന്നു. രാമായണത്തിലും താടക, മാരീചൻ തുടങ്ങിയ നിരവധി രാക്ഷസന്മാരെ പറ്റി പരാമർശിക്കുന്നു. രാക്ഷസന്മാരും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസം അസുരന്മാർ പാതാള ലോകത്തിൽ വസിക്കുന്നു, എന്നാൽ രാക്ഷസന്മാർ ഭൂമിയിൽ വസിക്കുന്നു. അസുരന്മാർ ദേവകളെ തങ്ങളുടെ ശത്രുക്കളായി കാണുന്നു, എന്നാൽ രാക്ഷസന്മാർ മനുഷ്യരെ തങ്ങളുടെ ശത്രുക്കളായി കാണുന്നു. രാക്ഷസന്മാർ കൂടുതലും വസിക്കുന്നത് കാടുകളിലാണ്. അസുരന്മാർ തപസ് ചെയ്ത് ശക്തി സമ്പാദിച്ച് ദേവലോകം കീഴടക്കുവാൻ ശ്രമിക്കുമ്പോൾ രാക്ഷസന്മാർ തപസ് ചെയ്ത് ശക്തി വർദ്ധിപ്പിക്കുന്നതായി പുരാണങ്ങളിൽ കാണുന്നില്ല. രാക്ഷസന്മാരുടെ പിറവിയെപ്പറ്റി പുരാണത്തിൽ ഒരിടത്തും വ്യക്തമായി പറയുന്നില്ല. സന്യാസിമാരുടെയും ദേവകളുടെയും ശാപം മൂലം പലരും രാക്ഷസന്മാരായി ഭൂമിയിൽ ജനിക്കുകയും ഒടുവിൽ ശാപമോക്ഷം ലഭിക്കുകയും ചെയ്യുന്നതായി കാണാം. ദാനവന്മാർ കശ്യപന്റെയും ധനുവിന്റെയും പുത്രന്മാരായിരുന്നു ദാനവന്മാർ. ശംബരൻ, മുഖൻ, കപിലൻ, ശങ്കരൻ, മഹാബാഹു, പുലോമൻ, വിപ്രചിത്തി തുടങ്ങിയവരായിരുന്നു പ്രസിദ്ധരായ ദാനവന്മാർ. ഇവരുടെ പുത്രന്മാരായിരുന്നു മറ്റ് ദാനവന്മാർ. ഒരിക്കൽ നാരദ മഹർഷി തൻ്റെ പിതാവായ ബ്രഹ്മദേവന്റെ അടുക്കലെത്തി അദ്ദേഹത്തോട് പറഞ്ഞു, പിതാവേ, അങ്ങ് അനുവദിച്ചാൽ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ബ്രഹ്മദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നിനക്കെന്തു വേണമെങ്കിലും എന്നോട് ചോദിക്കാം. എന്നോട് ചോദിക്കാതെയും മറുപടി ലഭിക്കാതെയും നീ ഇവിടെ നിന്ന് പോകുകയില്ലെന്ന് എനിക്കറിയാം. ഇത് കേട്ട് നാരദമുനി ബ്രഹ്മദേവനോട് ചോദിച്ചു, പിതാവേ, ദേവന്മാരും ദാനവന്മാരും അങ്ങയുടെ സൃഷ്ടിയാണല്ലോ. എന്നാൽ ദേവകൾ സ്വർഗത്തിൽ വസിക്കുന്നു, ദാനവർ പാതാളത്തിൽ വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത്? ഇവരിൽ ആരാണ് ശ്രേഷ്ഠർ? ഇത് കേട്ട ബ്രഹ്മദേവൻ നാരദമുനിയോട് ഇപ്രകാരം പറഞ്ഞു, നീ പോയി ഇവർ 2 കൂട്ടരെയും ബ്രഹ്മലോകത്തേക്ക് വിരുന്നിനായി ക്ഷണിക്കുക. തൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് പകരം ബ്രഹ്മദേവൻ ഇപ്രകാരം പറഞ്ഞതിൽ നാരദമുനിക്ക് ആശ്ചര്യം തോന്നിയെങ്കിലും അദ്ദേഹം പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ദേവന്മാരെയും ദാനവന്മാരെയും വിരുന്നിനായി ക്ഷണിച്ചു. 2 കൂട്ടരും ബ്രഹ്മലോകത്തെത്താമെന്ന് നാരദ മഹർഷിക്ക് വാക്കുകൊടുത്തു. ബ്രഹ്മലോകത്ത് ആദ്യം എത്തിയ ദാനവന്മാർ വിരുന്ന് ആരംഭിക്കുവാൻ ബ്രഹ്മദേവനോട് അഭ്യർത്ഥിച്ചു. അവരുടെ അഭിപ്രായത്തിൽ അവർ ദേവകളെക്കാൾ മുതിർന്നവരായിരുന്നു. അതിനാൽ അവർ ദേവകൾക്കായി കാത്തിരിക്കുവാൻ തയ്യാറല്ലായിരുന്നു. വിരുന്ന് തുടങ്ങുന്നതിന് മുൻപായി ബ്രഹ്മദേവൻ ദാനവന്മാരോട് പറഞ്ഞു,
എല്ലാവരും ഇരു കൈകളിലും ഒരു മരക്കഷ്ണം കെട്ടിവെക്കണം. ദാനവന്മാർ അത് സമ്മതിച്ചു. എല്ലാവരുടെയും ഇരു കൈകളിലും മരക്കഷ്ണം കെട്ടിവെച്ചു. അവർക്ക് കൈകൾ വളയ്ക്കുവാൻ സാധിച്ചില്ല. കൈകൾ വളയ്ക്കാതെ എങ്ങനെ ഭക്ഷണം കഴിക്കും? തുടർന്ന് അവർ മൃഗങ്ങളെപ്പോലെ കൈകൾ ഉപയോഗിക്കാതെ ഭക്ഷണം കഴിക്കുവാൻ ശ്രമിച്ചു. നാരദ മഹർഷി ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ദേവകളെത്തി. ബ്രഹ്മദേവൻ ഇതേ വ്യവസ്ഥകൾ ദേവന്മാരോടും പറഞ്ഞു. ദേവന്മാരുടെയും ഇരു കൈകളിലും മരക്കഷ്ണം കെട്ടി. അതോടെ ദേവകൾക്കും കൈകൾ വളച്ച് ഭക്ഷണം കഴിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ അവർ ഒരാളുടെ മുൻപിൽ മറ്റൊരാൾ ഇരുന്ന് പരസ്പരം ഭക്ഷണം കൊടുക്കുവാൻ തുടങ്ങി. അങ്ങനെ ദേവകൾ ഭക്ഷണം നന്നായി തന്നെ കഴിച്ചു. തുടർന്ന് ബ്രഹ്മദേവൻ നാരദ മഹർഷിയോട് ചോദിച്ചു, മകനെ, ദേവന്മാർ സ്വർഗത്തിലും ദാനവന്മാർ പാതാള ലോകത്തും വസിക്കുന്നത് എന്തുകൊണ്ടെന്നതിന് നിനക്ക് ഉത്തരം ലഭിച്ചോ? നാരദ മഹർഷി പറഞ്ഞു, അതേ പിതാവേ, ഇപ്പോൾ എല്ലാം വ്യക്തമാണ്. ദേവന്മാർ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നു, ദാനവന്മാർ മറ്റാരെക്കാളും സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി തൻ്റെ പിതാവായ ബ്രഹ്മദേവനെ വണങ്ങിയ ശേഷം യാത്ര തുടർന്നു. ഒരേ പിതാവിൻ്റെ മക്കളായിരുന്നിട്ടും ദാനവന്മാരും അസുരന്മാരും മറ്റും പാതാളത്തിലും ദേവന്മാരും ഗന്ധർവന്മാരും സ്വർലോകത്തിലും വസിക്കുന്നതിൻ്റെ കാരണം ഇതാവാം.